ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന്. എൻ്റെ പേര് ശ്രീജ, ഇതെൻ്റെ ഹസ്ബൻഡ് സജിത്ത്. ഞങ്ങൾ വയനാട്ടിലാണ് താമസിക്കുന്നത്. വയനാട്ടിൽ തന്നെയുള്ള എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളൊരു ചെറിയ യാത്ര പോകാൻ പ്ലാൻ ചെയ്തത്. ഞാനിവിടേക്ക് ആദ്യമായിട്ടല്ല വരുന്നത്, ഇതിന് മുന്നേയും ഒന്നോ രണ്ടോ തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഈ തവണ വന്നപ്പോൾ അങ്ങനെ തിരക്കൊന്നും കണ്ടില്ല. പിന്നെ ഒരു വർക്കിംഗ് ഡേയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് തീരെ തിരക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ വന്ന ജീപ്പ് വരുന്ന വഴിക്ക് തന്നെ ഒരു സൈഡിലുള്ള ഓവുചാലിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. അതിൻ്റെ ഇടത്ത് തന്നെയാണ്, അവിടെ കുറച്ച് ദൂരം നടന്നിട്ട് വന്നു. ഇതൊക്കെ അവിടെ പാർക്ക് ചെയ്ത ജീപ്പുകളാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത്. അപ്പോൾ അവിടെ എത്തുന്ന കാര്യം ചെറിയൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇവിടത്തേക്ക് ടിക്കറ്റ് വരുന്നത് 50 രൂപ, എന്നൂരിലോട്ടും ടിക്കറ്റും ജീപ്പ് ചാർജ് ആയിട്ട് 40 രൂപയും വരുന്നുണ്ട്. അങ്ങനെ 90 രൂപ കൊടുത്തിട്ടാണ് നമ്മളിങ്ങോട്ട് കയറാൻ പറ്റുന്നത്. തിരക്കില്ലാത്ത കാരണം തന്നെ ടിക്കറ്റ് എടുക്കാൻ കുറേ ലേറ്റായിരുന്നു. കാരണം ഒരു ജീപ്പിൽ 8 പേര് വേണം, ആകെ 4 പേരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 8 പേരിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജീപ്പ് എടുക്കാം. ടോട്ടൽ 420 രൂപ എങ്ങാനും റേറ്റ് വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഈ 90 രൂപ കൊടുത്താൽ വരാൻ പറ്റും. ഞാൻ പണ്ട് വന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ നടന്നു പോകുന്ന ഏരിയ ഒന്നും പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. നോർമൽ ജസ്റ്റ് റോഡായിരുന്നു. എൻ്റെ ടോപ്പിലെത്തി ആ ഒരു മൺവീടുകൾ മാത്രമായിരുന്നു പണ്ട് ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടത്തേക്ക് എത്തുന്ന വഴികൾ മൊത്തം ഏകദേശം അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ആ വഴികളിലൂടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയ തന്നെയാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഇവിടെ വരുന്ന കോട. നല്ല കോടയായിരുന്നു ചില സമയങ്ങളിൽ. അപ്പോൾ ഇവിടെ അടിപൊളിയാണ്, നല്ല കോടയും നല്ല കാറ്റ്, അപ്പോൾ എല്ലാം നല്ലൊരു വൈബ് സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഷോപ്പുകളെല്ലാം അടച്ചു പോയി. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു പണ്ടേ വന്നപ്പോൾ. അന്നെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റിൽ. ഈ വട്ടം വന്നപ്പോൾ റെസ്റ്റോറൻ്റെല്ലാം അടച്ചു പൂട്ടി. അവിടെ മൊത്തം ആക്രി സാധനങ്ങൾ അതും ഇതൊക്കെ അടുക്കി വെച്ചിട്ടിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം പോയി, ആളുകൾ കുറഞ്ഞുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ വീടുകൾ തന്നെ ഇതിൻ്റെ മേൽക്കൂര മൊത്തം പോയി. പണ്ടെല്ലാം നല്ല വൈക്കോല ഇട്ട് നല്ല രസമുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി, അതിൻ്റെ ഉള്ളിലത്തെ ഇത് മാത്രമായിപ്പോയി. എല്ലാം വൈക്കോലും കാര്യങ്ങളും നശിച്ചു പോയി. അപ്പോൾ ആരും ഇത് കെയർ ചെയ്യുന്നില്ല തോന്നുന്നുണ്ട് സ്ഥലം. ജസ്റ്റ് ഇതിവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു രീതിയിലാണ്. ബാക്കിയെല്ലാം പോയി. ഇവിടെ നിന്ന് കടകളും പോയി, റെസ്റ്റോറൻറ്റ് പോയി, ആളുകളുമില്ല തീരെ. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഭംഗി പറഞ്ഞാൽ ഈ വഴികളാണ്. ഇതിലൂടെ നടക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇതിപ്പോൾ അവിടെ ഒരു വീട്ടിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീടിനുള്ളിലായിട്ട്. ഞങ്ങൾ പോയ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റും അത്യാവശ്യം നല്ലൊരു തണുത്ത ക്ലൈമറ്റായിരുന്നു അവിടെ നിന്ന്. ഇതവിടെ കണ്ടൊരു ചെറിയ പെയിൻറ്റിങ് ആണ്, ചുമരിൽ പെയിൻ്റ് ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ എന്നൂർ കണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഇറങ്ങാൻ നേരത്ത് നല്ലൊരു മഴ പെയ്തു. ആ മഴയെ നനഞ്ഞ് അങ്ങനെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.